പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാന ബി.ജെ.പിക്ക് പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനാകും. കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് നിർദ്ദേശിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം നാളെയാണ്. ഡി ബിനോയ് വിവരങ്ങളുമായി ചേരുന്നു. ബിനോയ്, സംസ്ഥാന ബി.ജെ.പിക്ക് പുതിയ അധ്യക്ഷനായിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും ബി.ജെ.പി അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിരിക്കുന്ന പുതുമുഖം എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ കഴിയും. കാരണം ഈ സംസ്ഥാന ബി.ജെ.പിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിച്ച് വലിയ പരിചയം ഇല്ല എങ്കിൽ പോലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനോടൊപ്പം മത്സരിച്ച് വലിയ തരത്തിൽ വോട്ട് വർധന നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് നേട്ടമായി ഒപ്പം നിന്നത്. മാത്രവുമല്ല, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ വീണ്ടും അധ്യക്ഷ പദവിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ പോലും ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ഗ്രൂപ്പുകൾക്ക് അതീതമായി ഒറ്റയാൾ തന്നെ വരണം എന്നുള്ളൊരു നിർദ്ദേശം വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഗ്രൂപ്പുകളുടെയും ഭാഗമല്ലാത്ത രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം അദ്ദേഹം ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു വ്യവസായിയായിരുന്നു. നേരത്തെ ഫിക്കിയുടെ അധ്യക്ഷനായിരുന്നു. ഇത്തരത്തിൽ ഒരു വ്യവസായി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ താവളം ഇനി കേരളത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിനു മുമ്പും രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും ഇന്നലെയൊക്കെ ബി.ജെ.പി നേതാക്കന്മാരിൽ അധികവും പറഞ്ഞത് അവരെല്ലാം സൂചിപ്പിച്ചിരുന്നതും കെ സുരേന്ദ്രന് സാധ്യതയുണ്ട്, കെ സുരേന്ദ്രൻ തുടരാനാണ് സാധ്യത. കാരണം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെയും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും അദ്ദേഹം തുടരും എന്നുള്ള ചില സൂചനകളാണ് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിലേക്ക് ബി.ജെ.പി അധ്യക്ഷ പദവി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അദ്ദേഹം 3 പ്രാവശ്യം ബംഗളൂരുവിൽ നിന്നും രാജ്യസഭയിൽ എത്തിച്ചേർന്നിരുന്നു. ഒപ്പം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മന്ത്രിയായിരുന്നു. അതെല്ലാം ഉപരിയായി അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ തന്നെ തിരുവനന്തപുരത്ത് പ്രചരണ സമയങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് യുവാക്കളിലേക്ക് കൂടുതൽ അടുക്കുവാനും ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തിയപ്പോഴേക്കും വലിയ തരത്തിലുള്ള യുവാക്കളുടെ ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. മാത്രവുമല്ല, ഇതുവരെയായും ആരോപണ വിധേയനാവാത്ത ഒരു പുതുമുഖം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ബി.ജെ.പി പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പരീക്ഷണം കേരളത്തിലും നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ബി.ജെ.പിയിൽ നിന്ന് തന്നെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു. വി മുരളീധരന്റെ പേര് പറഞ്ഞിരുന്നു, എം.ടി രമേശ്, ഒപ്പം കെ സുരേന്ദ്രൻ തുടരുമെന്നും ശോഭാ സുരേന്ദ്രനും ഒക്കെ സാധ്യത കൽപ്പിച്ചിരുന്നെങ്കിൽ പോലും അതിനെല്ലാം വ്യത്യസ്തമായി ദേശീയ നേതൃത്വം വളരെ ബുദ്ധിപരമായൊരു നീക്കത്തിലൂടെ രാജീവ് ചന്ദ്രശേഖറിനെ ബി.ജെ.പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. നാളെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. കോർ കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അറിയിക്കുകയായിരുന്നു, ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം അറിയിക്കുകയായിരുന്നു. മന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ തിരുവനന്തപുരത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി അധ്യക്ഷനാകും എന്നുള്ള ഉറപ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് തിരുവനന്തപുരവുമായുള്ള പ്രവർത്തന പരിചയം വളരെ കുറവാണ് എങ്കിൽ പോലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടിയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം തിരുവനന്തപുരവും ഒപ്പം തന്നെ കേരളവും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തിയത്. ഒപ്പം കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ അദ്ദേഹം എത്തിച്ചേർന്നിരുന്നു എങ്കിൽ പോലും പാർട്ടിയുമായി വളരെ അടുത്ത ബന്ധം ഇല്ലായിരുന്നു. എന്നാൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നു. അതിൽ ശക്തനായ ശശി തരൂരിനോടൊപ്പം 1-2-3 ഘട്ടങ്ങളിലായി അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ കാര്യത്തിൽ ലീഡ് ചെയ്തെങ്കിലും പിന്നീട് അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. വീണ്ടും അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഒപ്പം അദ്ദേഹം ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മറ്റു പ്രവർത്തന പരിപാടികൾ, അതായത് തുറമുഖ മേഖലയുമായി ബന്ധപ്പെട്ടും ഒപ്പം തീരദേശ മേഖലയിലെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കത്തിന്റെ തുടക്കം കുറിക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം. നേരത്തെ അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിരുന്നില്ലെങ്കിൽ തിരുവനന്തപുരത്താണ് ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മറ്റ് 3 പ്രാവശ്യം അദ്ദേഹം ബംഗളൂരുവിൽ നിന്നും രാജ്യസഭാ അംഗമായിട്ടാണ് ഡൽഹിയിൽ എത്തിയതെങ്കിൽ ഇത്തവണ ഇവിടെ മത്സരിച്ച് ശശി തരൂരിനോട് പരാജയപ്പെടുകയായിരുന്നു.
ഒപ്പം രാജീവ് ചന്ദ്രശേഖറും ഇപ്പോൾ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരാഴ്ച അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ചില പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു വരികയായിരുന്നു. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിലായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന് ഒരു സംസ്ഥാന അധ്യക്ഷ പദവി കൂടി എത്തിച്ചേരുന്നത്. ഒരു പക്ഷേ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു മലയാളിയായ അധ്യക്ഷൻ എത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അദ്ദേഹത്തിന് ഈ വ്യവസായ രംഗത്ത് ആണ് കൂടുതൽ പ്രാഗൽഭ്യമെങ്കിലും ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷതയായി പറയേണ്ടത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രകാശ് ജാവ്ദേക്കർ, അത് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി, ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും കോർ കമ്മിറ്റി യോഗം പുരോഗമിച്ചു വരികയാണ്. വൃന്ദ. ബിനോയ്, അപ്പോൾ തന്നെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ BJPയുടെ വിജയം ഉറപ്പിക്കാൻ സാധിക്കുന്നയാളായിരിക്കും സംസ്ഥാന അധ്യക്ഷനായി വരിക എന്നത് ഇന്നലെ ഈ PK കൃഷ്ണദാസ് അടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു തലത്തിൽ ഈ BJP കോർ കമ്മിറ്റിയിൽ കേന്ദ്ര നേതൃത്വം രാജീവിന്റെ പേര് നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണാനാവുക? ഒപ്പം തന്നെ ഈ നാമനിർദ്ദേശ പത്രിക എപ്പോഴായിരിക്കും സമർപ്പിക്കുക? ഈ സ്വാഭാവികമായും നേരത്തെ തന്നെ BJPയിൽ ചില നിന്നിരുന്ന ആശങ്കകളും ഒപ്പം തന്നെ വിഭാഗീയ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിരുന്നു. അതിനൊക്കെ ഒരു വിരാമമിടുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പൊതു താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് തീരുമാനിച്ചിരിക്കുന്നത്.